അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നതൊക്കെ ചിക്കൻ അങ്കാറ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ. അതിന് വേണ്ടി ഞാൻ 1 കിലോ കോഴി എടുത്തിന്. പിന്നെ ജിഞ്ചാനി മസാല ഉണ്ട്. ചിക്കൻ അങ്കാറിൻ്റെ പാക്കറ്റ് കിട്ടുന്നത് നാട്ടിൽ കിട്ടുന്നതെന്നറിയില്ല, ഇവിടെ കിട്ടുന്നു. അതിൻ്റെ ഉള്ളിലില്ല 2 പാക്കറ്റ് കിട്ടുന്നു. നോക്കൂ, ഇതേമാതിരി 2 പാക്കറ്റ്. അതിൽ ഒരു പാക്കറ്റില്ല ഇപ്പോഴാണ് മിക്സ് ആക്കിയിട്ട് വെക്കുന്നില്ല. കോഴി മിക്സ് ആക്കിയിട്ട് വെക്കുമ്പോഴാണ് അതേമാതിരി കാക്കിലും തൈയിടണം. പിന്നെ ഫുഡ് കളർ കുറച്ചിടണം, ആവശ്യത്തിന് ഉപ്പ്. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ടൈം എങ്ങനെ ഇട്ടാൽ അത്ര മിക്സ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ്. പിന്നെ ഇതിൽക്കൊരു ഷർട്ടി കണ്ണം കത്തിച്ചിട്ട് അതിലേക്ക് നെയ്യ് ഇട്ടിട്ട് ഇങ്ങനെ മൂടിയിട്ട് വെക്കണം. മുകളിലേക്ക് കിണറ്റിനെല്ലാം കിട്ടിയിട്ട് ഒരു സൈഡിൽ ഞാൻ ചട്ടി എടുത്തിന് പിരിസ്താക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 3 ഉള്ളി എടുത്തിന്. അതിലേക്ക് സവാള അങ്ങനെ നല്ല ചോപ്പിച്ചിട്ട് എടുക്കണം. പിരിസ്ത എങ്ങനെ ഞമ്മാക്കുന്ന അങ്ങനെ ഇതേമാതിരി പിരിസ്താക്കിയിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ മിക്സിക്കകത്ത് ഇടണം. എല്ലാം ഉള്ളി ഇടണം തേച്ചു. പിന്നെ 2 തക്കാളി മുറിച്ചിട്ട് ഇടണം. ഒരു 100 ഗ്രാംസ് മലായി ഇടണം. പിന്നെ ഇതിനെ അരച്ചിട്ടെടുക്കണം. അരച്ചിട്ടെടുത്ത് പിന്നെ അതിനൊരു സൈഡിൽ വെക്കണം. ഇതിൽ നമ്മൾ ഉള്ളി കാച്ചിട്ടെടുത്ത ഇത് എണ്ണയില്ലേ, അതിലേക്ക് 2 നമ്പർ ജിഞ്ചാനി മസാല ഇല്ലേ, ചിക്കൻ അങ്കാറ, അതിനിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ 1.5 സ്പൂൺ ഇടണം. ഇട്ടിട്ട് അതിനെ നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം, മണം മാറോളം. പിന്നെ 2 സ്പൂണില്ലേ മുളക് പൊടി ഇടണം, നമുക്ക് എരിവിനനുസരിച്ചിട്ട്. നല്ല മിക്സ് ആക്കിയിട്ട് എടുത്ത് പിന്നെ ഈ മസാല തേച്ചിട്ട് എടുത്തിട്ടില്ലേ ആ കോയിനിലേക്ക് വെള്ളട്ടി ആക്കണം. കരിനെടുത്തിട്ട് അത് വെള്ളട്ടിയാക്കിയ പിന്നെ ഈ മസാല അരച്ചത് ഞമ്മ പിരിസ്തയും തക്കാളിയും അതിനേക്ക് ഇടണം. നന്ന വെള്ളം വീത്താൻ പാടില്ല, ആവശ്യത്തിന് നമ്മൾ വീത്തിയിട്ട് എടുക്കണം. പിന്നെ പിന്നെ നല്ല തളിച്ച പിന്നെ കൊത്തുമീരി മുകളിലേക്ക് മുറിച്ചിട്ട് ഇടണം. പിന്നെ ഇത് മസ്ക ഇട്ടിട്ട് കരി കത്തിച്ചിട്ട് വേഗം മൂടിയിട്ട് വെക്കണം നല്ല 1/2 മണിക്കൂർ. നോക്കൂ, അതിൻ്റെ പുകയെല്ലാം ഇത് പോയ പിന്നെ അതിങ്ങനെ ഈ മസ്കയില്ലേ കിണ്ണത്തിലുണ്ട്, അതിനെ കരിവിയാൻ പാടില്ല. മസ്കനെ ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ കഴിക്കണം. നമുക്ക് ഇതേമാതിരി ആക്കി ഇങ്ങനെ ഇതിൽക്ക് മഞ്ഞപ്പൊടിയും കൊത്തമ്പാരിപ്പൊടി ഒന്നും ഇടാൻ പാടില്ല. സിമ്പിളായിട്ടുള്ള കറി. നല്ല ടേസ്റ്റ് ചപ്പാത്തിൻ്റെ അകത്തെ തന്തൂരി റൊട്ടീൻ്റെ അകത്തെ തിന്നാൻ. ഒരിക്കലും ഉണ്ടാക്കി നോക്കി. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഷെയറിലേക്കാക്കാൻ മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.